ഇനി നമ്മൾ ഇൻസേർട്ട് സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് ഈ ഒരു കാണുന്ന ഭാഗമാണ്. ടെക്സ്റ്റ് എന്നാണ് അതിൻ്റെ ഹെഡിങ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്താണെന്നും പഠിക്കും. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ വേർഡിലും മറ്റ് മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷനും ഉള്ളതുപോലെ ഒരു പേജിൻ്റെ ഹെഡിങ്ങിലും ഒരു പേജിൻ്റെ താഴെ അല്ലെങ്കിൽ അതിൻ്റെ ഫൂട്ടർ എന്ന് വിളിക്കുന്ന ബോട്ടം സൈഡിലും നമുക്ക് പെർമനൻ്റായിട്ട് എഴുതേണ്ട വിവരങ്ങളാണ് ഹെഡറും ഫൂട്ടറും. ഇപ്പം ഞാനിത് പ്രിൻറ്റ് ലേഔട്ടിലോട്ട് പോകാൻ Ctrl+P എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഹെഡർ എന്ന് പറയുമ്പം നിങ്ങളുടെ എല്ലാ പേജിലും ഇവിടെ വരും ഒരു ഇൻഫർമേഷൻ, പീസ് ഓഫ് ഇൻഫർമേഷൻ. ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ വരുന്ന പീസ് ഓഫ് ഇൻഫർമേഷനാണ്. സാധാരണഗതിയിൽ ഫൂട്ടറിൽ വരുന്നത് ഇവിടെ പേജ് നമ്പർ സാധാരണ ആളുകൾ എൻ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം പേജ് നമ്പർ, ഇപ്പോൾ ഒരു 20 പേജ് ഉണ്ടെങ്കിൽ എല്ലാ പേജ് നമ്പറും കറക്റ്റായിട്ട് അറിയാനത് സഹായിക്കും. ഹെഡറിൽ വരുന്നത് സാധാരണ കമ്പനിയുടെ പേര്, ലോഗോ, അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ്, അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ, ഓട്ടോമൊബൈൽ എക്സ്പെൻസ്, ഇങ്ങനെയുള്ളൊരു ടൈറ്റിൽ ചിലർ കൊടുക്കാറുണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ എസ്കേപ്പ് അടിച്ച് ഈ ഒരു ലേഔട്ടിൽ നിന്ന് വെളിയിൽ വന്നു. ഹെഡർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ടിൽ നിങ്ങൾ വരുന്നു. അതിനുശേഷം ഹെഡർ ആൻഡ് ഫൂട്ടറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽ മാറിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഹെഡർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സിസ്റ്റം റെഡി ആയിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുക ഇവിടെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കണേലും കൊടുക്കാം. ഞാനിവിടെ എക്സ്പെൻസ്, ഓട്ടോമൊബൈൽ എക്സ്പെൻസ് എന്നുള്ള ഈ ഒരു ഡേറ്റ തന്നെ എടുത്തിട്ട് കോപ്പി ചെയ്യുകയാണ്. അതിൻ്റെ അത് ഈ ഓട്ടോമൊബൈൽ എക്സ്പെൻസ് എന്നുള്ളത് മാത്രം Ctrl+C എടുത്തിട്ട് ഈ ഹെഡറിൻ്റെ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ. ഇവിടെ ഞാൻ എൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കുകയാണ്. ഓൾറൈറ്റ്, plottit.org, ഇത് രണ്ടുമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഈ 2 പീസ് ഓഫ് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് അടുത്ത പേജിലും വന്നു. അപ്പോൾ നിങ്ങൾ ഹെഡറിൽ കൊടുക്കുന്ന എന്ത് ഇൻഫർമേഷനും, ഹെഡറിലാട്ടെ ഫൂട്ടറിൽ കൊടുക്കുന്ന എന്ത് ഇൻഫർമേഷനും നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള എല്ലാ സെല്ലുകളിലും അത് വരും. അതാണ് നമ്പർ 1. ഇനി നമ്മൾ നമ്പർ 2 എന്ന് പറയുന്നത് ഫൂട്ടറിലേക്ക് പോവാണ്. ഇപ്പോൾ ഫൂട്ടറിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പേജ് നമ്പർ ആഡ് ചെയ്ത് നോക്കാം. ഫൂട്ടറിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്. ഈ ടാബിൽ വരിക. ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ ടാബിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, പേജ് നമ്പേഴ്സ് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഒരു പേജ് നമ്പർ നമുക്ക് വിസിബിൾ അല്ല, ബട്ട് ദാറ്റ്സ് ഓക്കെ, ഇത് മതി. കാരണം അതതിൻ്റെ ഒരു പ്ലേസ് ഹോൾഡർ എലിമെൻ്റാണ്. നമ്മൾ ജസ്റ്റ് വെളിയിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് പേജ് നമ്പർ 1 വന്നു. ഇവിടെ കണ്ടോ, പേജ് നമ്പർ 2 വന്നു. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പം ഹെഡറിലും ഫൂട്ടറിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡറിൽ ഫൂട്ടറിലോ നിങ്ങൾക്ക് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അത് നടക്കും. ഇത് കണ്ടോ, പിക്ചർ. അതിനുശേഷം നമുക്ക് വേണ്ട പിക്ചർ നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചർ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഹെഡറും ഫൂട്ടറും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ പ്രിൻറ്റ് ലേഔട്ടിന് നമ്മൾ Ctrl+P കൊടുത്ത് എടുത്താൽ ഇത് കണ്ടോ, ഇവിടെ ഓട്ടോമൊബൈൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഇവിടെ നമ്മൾ കൊടുത്ത വെബ്സൈറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ നമ്മൾ കൊടുത്ത പേജ് നമ്പറും വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പേജിലും ഇത് തന്നെ വിസിബിൾ ആയിരിക്കും. നമുക്ക് പേജ് നമ്പർ 2 പോയി നോക്കാം. പേജ് നമ്പർ 2 പോയാലും ഇതുണ്ടോ, ഈ ഇൻഫർമേഷൻ വിസിബിളാണ്. ഓക്കെ, എസ്കേപ്പ് അടിച്ച് ഞാൻ എക്സിറ്റ് ആവുന്നു. അതിനുശേഷം നമ്മുടെ നോർമൽ വ്യൂവിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ നോർമൽ ലേഔട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പം ഞാനിവിടെ വരുന്നു, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ നോർമൽ ലേഔട്ട് വന്നു. അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള കീയും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പേജ് ലേഔട്ട്, പേജ് ബ്രേക്ക് പ്രിവ്യൂ ഉണ്ട്. അപ്പോൾ ഈ പേജ് ലേഔട്ടിലോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഹെഡർ ഫൂട്ടറിൻ്റെ ഓപ്ഷൻ കിട്ടും എന്നും ഒന്ന് ഓർത്തിരിക്കുക. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ വരുന്ന വീഡിയോകളിൽ പഠിക്കും.